നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയും ദുരന്ത സമയത്ത് വിരുന്നുണ്ടതിനെയും ചൊല്ലി പ്രതിപക്ഷം ഉയർത്തുന്ന രൂക്ഷ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി മുൻ എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ. സർക്കാരിനെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ കണക്കുകൾ സഹിതം തുറന്നുകാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വീഡിയോയിലൂടെ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ മുന ഒടിക്കുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം നൽകേണ്ടത് സർക്കാരുമായി സഹകരിച്ചുള്ള ഇടപെടലുകളാണെന്നും അതല്ലാതെ കേവലം രാഷ്ട്രീയ ലാഭത്തിനായി വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ല വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാരിന്റെ വാഴ്ത്തുപാട്ട് സംഘം ഉന്നയിച്ചിരുന്ന ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയുന്നോ എന്ന ചോദ്യം തികച്ചും തെറ്റായ സമീപനമായിരുന്നു. ഏത് സമയത്തും കാമ്പുള്ള രാഷ്ട്രീയം പറയുക തന്നെ വേണം. എന്നാൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാനം അതിജീവിക്കേണ്ടത് പ്രകൃതി ദുരന്തത്തെയാണോ അതോ പ്രതിപക്ഷത്തിന്റെ തെറ്റായ പ്രചരണങ്ങളെയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ യാത്ര ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്ത് 2020 മുതൽ 2026 വരെയുള്ള കാലയളവിലേക്ക് 48 കോടി രൂപ വാടക നൽകുന്ന വ്യവസ്ഥയിൽ കരാറിലേർപ്പെട്ട അതേ ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത്. ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പ്രതിവർഷം 8 കോടി രൂപയോളം പൊതുഖജനാവിൽ നിന്ന് കരാർ കമ്പനിക്ക് നൽകേണ്ടതുണ്ട്. മാസം തോറും 1 കോടിയോളം രൂപ വാടക വരുന്ന ഈ കരാറിൽ സൗജന്യ കോട്ടയ്ക്ക് മുകളിൽ പറക്കുന്ന ഓരോ മണിക്കൂറിനും 900 രൂപ അധികം നൽകുകയും വേണം. വെറും 40 കോടി രൂപയ്ക്ക് ഒരു പുതിയ ഹെലികോപ്റ്റർ തന്നെ വാങ്ങാൻ കഴിയുമായിരുന്ന സ്ഥാനത്താണ് 48 കോടി രൂപ വാടക നൽകി ജനങ്ങളുടെ മേൽ ഇത്തരം ഒരു സാമ്പത്തിക ബാധ്യത മുൻ സർക്കാർ അടിച്ചേൽപ്പിച്ചത്. ഇതിനു പുറമെ പണ്ട് പാർട്ടി സമ്മേളനത്തിൽ ഉപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ വാടക CPM അടച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അതിന്റെ രസീത് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്തത് നിലവിലെ മുഖ്യമന്ത്രിയാണോ അതോ പറഞ്ഞില്ലെങ്കിലും വൻ തുക വാടക നൽകേണ്ട കരാറുണ്ടാക്കിയ മുൻ മുഖ്യമന്ത്രിയാണോ കുറ്റക്കാരനെന്ന് ജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനാകും. മാത്രമല്ല, മുഖ്യമന്ത്രി ദുരിത സമയത്ത് വിരുന്നുണ്ട് നടക്കുകയാണ് എന്ന തരത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതവും കുത്തിത്തിരിപ്പുമാണ്. മലപ്പുറത്തെ പരിപാടികൾക്ക് ശേഷം മടങ്ങുന്ന വഴി ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചതിനെയാണ് അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ നിപ്പയും കോവിഡും ഉണ്ടായപ്പോൾ അന്നത്തെ ഭരണാധികാരികൾ ഉപവാസം അനുഷ്ഠിച്ചല്ല ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ജനപ്രതിനിധികൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചേരുവകൾ നോക്കി നടക്കുന്നത് സംസ്കാരശൂന്യമായ രാഷ്ട്രീയമാണ്. മഴ പെയ്ത് ദുരന്തമുണ്ടായ ശേഷം മാത്രം പ്രതികരിച്ചിരിക്കുന്ന മുൻ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി മഴക്കാറ് കാണുന്നതിന് മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഏകോപിപ്പിച്ച സർക്കാരാണ് നിലവിലുള്ളത്. ജൂലൈ 31 മഴയ്ക്ക് മുന്നോടിയായി ജൂലൈ 29 തന്നെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലകൾ കളക്ടർമാരുടെ യോഗം വിളിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ജൂലൈ 20 മുൻപ് തന്നെ ഓറഞ്ച് ബുക്കിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടുവെന്ന മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നേരിട്ട് ഉറപ്പുവരുത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ ഓരോ ജില്ലാ കളക്ടർമാർക്കും 3 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ ആരംഭിക്കാൻ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വീതവും വാർഡുകളിലെ ശുചീകരണത്തിന് 25,000 രൂപ മുതൽ 50,000 രൂപ വരെയും നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ ഇത് 1 ലക്ഷം രൂപ വരെ ഉയർത്തി നൽകാൻ കളക്ടർമാർക്ക് അധികാരമുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ 2ാം ദിവസം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്നത് സർക്കാരിന്റെ കാര്യക്ഷമമായ മുൻകരുതലിന്റെ തെളിവാണ്. 9 NDRF ടീമുകൾ കരസേന, നാവികസേന എന്നിവർക്ക് പുറമെ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികളെയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾ നേടാൻ വേണ്ടി പ്രതിപക്ഷം നടത്തുന്ന അനാവശ്യ ട്രോളുകളും അസത്യ പ്രചാരണങ്ങളും നാടിന്റെ പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദോഷമാണ് ചെയ്യുന്നത്. നിലവിൽ തുറന്നിട്ടുള്ള 100ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, മരുന്നും മറ്റ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചും പ്രതിപക്ഷത്തിന്റെ അനാവശ്യ വിവാദങ്ങളെ തള്ളിക്കളഞ്ഞും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ ഈ പ്രകൃതി ദുരന്തത്തെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണെന്നാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നത്. നമ്മുടെ നാട് ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ രാഷ്ട്രീയം പറയുവാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഈ സംസ്ഥാനത്തിനെതിരാണോ? നിങ്ങൾ കേരള വിരുദ്ധരാണോ? ഇതിലൊരൊറ്റ ചോദ്യം പോലും ഇന്ന് ഉയർന്നതല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി വിജയൻ ഈ നാട് ഭരിച്ചപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുവാൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അതിനെ പ്രതിപക്ഷം വിമർശിച്ച സമയത്ത് പ്രതിപക്ഷത്തെ നേരിടുവാൻ സർക്കാരും സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ട് സംഘവും നിരന്തരമായി ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ആക്രോശങ്ങൾ. പക്ഷേ ഇതിലൊന്നുപോലും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദുരന്തത്തിൻ്റെ സമയത്തെന്നല്ല, ഏത് സമയത്തും പറയേണ്ടത് തന്നെയാണ് രാഷ്ട്രീയം. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ കാമ്പുള്ള കഴമ്പുള്ള രാഷ്ട്രീയം പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? നമ്മുടെ നാട് അടിയന്തരമായി അതിജീവിക്കേണ്ടുന്ന കെടുതി മഴക്കെടുതിയാണോ മാർക്സിസ്റ്റ് കെടുതിയാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. മഴയെ നമ്മൾ എന്തായാലും അതിജീവിക്കും. പക്ഷേ ഈ മാർക്സിസ്റ്റ് വിലാപത്തെ നമുക്ക് എന്നാണ് അതിജീവിക്കാൻ കഴിയുമെന്നറിയില്ല. വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു അത്രേ.
വി ഡി സതീശൻ യാത്ര ചെയ്തത് അദ്ദേഹം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലാണോ? അല്ല. ശ്രീ വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2020 മുതൽ 2026 വരെ 48 കോടി രൂപ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഈ വർഷം ആ ഹെലികോപ്റ്റർ പറന്നാലും പറന്നില്ലെങ്കിലും നമ്മൾ 8 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ കൊടുത്തേ പറ്റൂ. ഒന്ന് ആലോചിക്കണം. 40-50 കോടി രൂപയ്ക്ക് പുതിയ ഹെലികോപ്റ്റർ കിട്ടുമ്പോഴാണ് 6 വർഷത്തേക്കിന് 48 കോടി രൂപ വാടകയ്ക്കെടുത്തിട്ട് വിജയൻ ഈ ദൂർത്ത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ കരാറിന്റെ പ്രത്യേകത പറന്നാലും പറന്നില്ലെങ്കിലും ഒരു മാസം ഏതാണ്ട് 1 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരും. പിന്നീട് അധികമായി പറക്കുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ കൊടുക്കുകയും വേണം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ പൈസ പോകുന്ന പ്രത്യേക വ്യവസ്ഥിതി നമ്മുടെ വിജയൻ സർ ഉറപ്പുവരുത്തിയിട്ടാണ് പോയത്. പിന്നെ മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്തതിൽ എന്താണ് തെറ്റത്? ഇനി അങ്ങനെ തെറ്റുണ്ട് എങ്കിൽ ശ്രീ വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പോകുവാൻ വേണ്ടി മുൻപ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിവാദത്തിലായത് നിങ്ങൾ ഓർമ്മയുണ്ടോ? അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തത് കൊണ്ടായതുകൊണ്ട് അതിന്റെ വാടകത്തുക മുഴുവൻ CPM എന്ന് പറയുന്ന പാർട്ടി സർക്കാരിലേക്ക് അടയ്ക്കുമെന്നാണ്. ആ സർക്കാരിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഹെലികോപ്റ്റർ വാടക അടച്ചതിന്റെ ആ രസീത് ചീട്ട് ഒന്ന് കാണിക്കാൻ കഴിയുമോ സഖാക്കളെ? അപ്പോൾ പറന്നാലും പറന്നില്ലെങ്കിലും 48 കോടി രൂപ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ എടുത്ത ശ്രീ വിജയനാണോ കുറ്റക്കാരൻ? പറന്നാലും പറന്നില്ലെങ്കിലും വാടക കൊടുക്കേണ്ടുന്ന ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്ത ശ്രീ വി ഡി സതീശനാണോ കുറ്റക്കാരൻ? നിങ്ങൾ വിലയിരുത്തുക. ജയന് ശേഷം കേരളത്തിൽ ഹെലികോപ്റ്ററിനെ ഇത്രയും പോപ്പുലർ ആക്കിയത് വിജയനാണ് എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹെലികോപ്റ്റർ ക്യാപ്സ്യൂൾ ആകെ തകർന്ന് തരിപ്പണമായി. ആ ജാളിത മറയ്ക്കുവാൻ സ്ഥിരമായി എയറിൽ ജീവിക്കുന്ന ചില CPM നേതാക്കന്മാർ കൊണ്ടുവന്ന പുതിയ കുത്തിത്തിരിപ്പായിരുന്നു നാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിരുന്നുണ്ട് നടക്കുകയാണ് എന്ന്. എന്താണ് സത്യം? ഇന്നലെ ശ്രീ വി ഡി സതീശന്റെ പരിപാടികൾ മലപ്പുറം ജില്ലയിലായിരുന്നു. പരിപാടികൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടവും എൻ്റെ ഔചിത്യവുമാണ്. അത് വന്നു കയറുന്ന ആൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തെ ഇവർക്ക് വിരുന്നായിട്ടാണ് തോന്നിയത്. CPM നേതാക്കന്മാർ ഉന്നയിക്കുന്ന ഈ വിമർശനത്തെ നമ്മളും ഏറ്റെടുക്കുമായിരുന്നു. അതിനെ ഈ നാട് കഴമ്പുള്ളതായി കാണുമായിരുന്നു. ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഒരു വിരുന്ന് സംഘടിപ്പിച്ചതാണ് എങ്കിൽ. എന്നാൽ ഇതല്ല. പറച്ചിൽ കേട്ടാൽ തോന്നും നിപ്പയുണ്ടായ സമയം, കോവിഡ് ഉണ്ടായ ഏതാണ്ട് 2-3 വർഷക്കാലമൊക്കെ ശ്രീ വിജയൻ കേരളത്തിൽ ഉണ്ണാവൃതം ഇരുന്നിട്ടാണ് നമ്മുടെ നാടിനെ ഈ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഓർത്തുപോകും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരോടുള്ള വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഈ ദുരന്ത കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കഴിക്കുന്ന ബിരിയാണിക്കകത്ത് ചിക്കൻ പീസ് ഉണ്ടോ എന്ന് ചെയ്യുന്ന വലിയ ദുരന്തങ്ങളായി മാറാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ട് എങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അത് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ജനങ്ങൾ കൈയടിക്കും, സർക്കാർ ആവശ്യമായ തിരുത്തലുകളും വരുത്തും. ഇനി ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശിക്കുവാനുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. മഴ പെയ്ത് ദുരന്തമുണ്ടായാൽ മാത്രം ദുരിതാശ്വാസത്തെപ്പറ്റി ചിന്തിച്ചിരുന്ന വിജയന്റെ ദുരന്ത സർക്കാരിൽ നിന്ന് മാനത്ത് മഴക്കാറ് കാണുന്നതിന് മുൻപ് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന UDF സർക്കാരിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ശ്രീ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുള്ള മന്ത്രിയായും ശ്രീ AP അനിൽകുമാർ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി അവർ ഒരുമിച്ച് നടത്തിയ മീറ്റിംഗ് കേരളത്തിൽ വരാൻ പോകുന്ന എല്ലാ കാലവർഷക്കെടുതികളെയും അതിജീവിക്കുവാൻ ആവശ്യമായി കേരളത്തെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയായിരുന്നു.